അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ ആശങ്കയിലാണ്. എന്താണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡും ഇതിന് മറുപടി പറയണം. ദേവസ്വം മാനുവൽ നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ്. ദേവസ്വം മാനുവലിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദേവസ്വം വക സ്വർണ്ണാഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അവിടെ വെച്ച് തന്നെ ആകണം. അതിന് തന്ത്രിയുടെ അനുവാദം വേണം. ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങണം. ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വാങ്ങണം. അല്ലാതെ ഈ വിലപിടിപ്പുള്ള 42 കിലോ സ്വർണം അടങ്ങുന്ന വസ്തുക്കൾ എങ്ങനെ മദ്രാസിൽ കൊണ്ടുപോയി, ചെന്നൈയിൽ കൊണ്ടുപോയി? അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ 38 കിലോയേ ഉള്ളൂ. ബാക്കി സ്വർണം ആരടിച്ചു മാറ്റി? തന്നെയുമല്ല, ഇതെല്ലാം കൊണ്ടുപോകാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വാങ്ങിയോ? തിരുവാഭരണത്തിന് കമ്മീഷണറുണ്ട്. ആ കമ്മീഷണർ മറുപടി പറയണം. ആ കമ്മീഷണർ ഇവിടുന്ന് ആരുടെ നിർദ്ദേശപ്രകാരം കൊടുത്തു വിട്ടു? തിരുവാഭരണം കമ്മീഷണർ ഹൈക്കോടതി ബെഞ്ചിൽ നിന്ന് അനുവാദം വാങ്ങിയോ? അപ്പൊ ഈ കാര്യത്തിൽ ഗവൺമെന്റിന് ഗുരുതരമായ തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. 2 ദേവസ്വം ബോർഡ് മെമ്പർമാരും 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണകൂടവും ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ട ഗുരുതരമായ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഭക്തജനങ്ങൾ ആകെ ആശങ്കയിലാണ്. കോടാനുകോടി ഭക്തജനങ്ങളാണ് ശബരിമലയിൽ വരുന്നത്. ആ സാധുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ അവിടെ അർപ്പിക്കുന്ന കാണിക്കയാണെങ്കിലും സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളാണെങ്കിലും അതിനൊന്നും യാതൊരു സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുകയാണ്? അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്രയും ദിവസമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല? ദേവസ്വം ബോർഡ് മന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അദ്ദേഹം പറയുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. കള്ളനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചാൽ മതിയാകുമോ? കളവ് നടത്തിയ ആളുകളെ തന്നെ അന്വേഷണത്തിന് ഏൽപ്പിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് മതിയാവുകയില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലൂടെ സമഗ്ര അന്വേഷണം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുണ്ടാകണം. 2 മന്ത്രിമാർ 2019 മുതലുള്ള 2 ദേവസ്വം മന്ത്രിമാർ ഇതിന് ഉത്തരവാദികളാണ്. മറുപടി പറയണം. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ഇത് വലിയ ആശങ്കയാണ് ഇന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഈ ഒരു പോറ്റിയുടെ ഭാര്യ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പോറ്റി ആരുടെ ബിനാമിയാണ്? എന്തെല്ലാമാണ് ആ നിഗൂഢ സംഘം ചെയ്തത്? പ്രശസ്ത സിനിമാ താരം ജയറാമിനെ കബളിപ്പിച്ചു. അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ പൂജ നടത്തിക്കുന്നു, പൂജയിൽ പങ്കാളിയാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ കോടാനുകോടി രൂപയുടെ തട്ടിപ്പുണ്ട്. ഈ പോറ്റി ആരാണ് ഇത് കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തിയത്? അയക്ക് എന്ത് അധികാരമാണുള്ളത്? അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുകയാണ്. ഭക്തജനങ്ങളല്ലാത്ത ആളുകൾ ദേവസ്വം ഭരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കപട ഭക്തന്മാരാണ് ഇവരെല്ലാം. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ സ്വർണം പോലും അടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നത്. ഇത് വലിയ കളവാണ്. ഇത് വലിയ തോതിലുള്ള ആശങ്ക ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കുന്നു. ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വി രാമചന്ദ്രൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിന് വേണ്ടി ഒരു റിപ്പോർട്ടുണ്ടാക്കിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തെ ഹൈക്കോടതി ഒരു ബെഞ്ച് പ്രത്യേകം ഉണ്ടാക്കിയത്. അതിനെതിരായി സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അപ്പം ആ ബെഞ്ച് പോലും അറിയാതെ കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ചെന്നൈയിൽ എങ്ങനെ എത്തി? സുബ്രഹ്മണ്യം പോറ്റി എങ്ങനെ കൊണ്ടുപോയി? അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അധികാരം എന്താണ്? അപ്പോൾ ഇത് അടുത്ത ആശങ്ക ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ്. കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന കലിയുഗവരദനായ അയ്യപ്പ സന്നിധിയിൽ ഇത്രയും വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആരെ കബളിപ്പിക്കാനാണ്?
ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? മാത്രമല്ല, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ വ്യക്തമായി പ്രതികരിക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന് പകരം ഇവിടെ വേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സമഗ്ര അന്വേഷണമാണ് വേണ്ടത്. ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ്. 42 കിലോ 42 കിലോ സ്വർണം ഉള്ള തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ ആയി മാറി. ബാക്കി ആ സ്വർണം ആരടിച്ചു മാറ്റി? അപ്പോൾ ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. വലിയൊരു ഗൂഢസംഘം ശബരിമലയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഗവൺമെൻറ് ഉത്തരം പറയണം. മുൻകാല ദേവസ്വം ബോർഡുകൾ ഉത്തരം പറയണം. 2 ദേവസ്വം ബോർഡുകൾ ഉത്തരം പറയണം. അല്ലാതെ ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ സാധ്യമല്ല. ശക്തമായി തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതാണ് നമ്മളൊക്കെ കബളിപ്പിക്കല്ലേ. നമ്മളെല്ലാവരും അന്ന് കേട്ടത് ഈ വിജയ് മല്യ മുഴുവൻ സ്വർണവും പൂശിയതാണ് അല്ലേ. വിജയ് മല്യ പൂശി ഇപ്പൊ ചെമ്പാന്നാണ് പറയുന്നത്, സ്വർണ്ണമല്ലെന്നാണ് പറയുന്നത്. എന്തൊരു ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. നമ്മളൊക്കെ 10, 45, 50 വർഷമായി പോകുന്ന ഒരാളാണ്. ആ ശബരിമലയിൽ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആരാണെങ്കിലും ശരി, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇതുപോലെ സ്വർണ്ണം അടിച്ചു മാറ്റുക. അപ്പോൾ ഈ നമ്മളിടുന്ന കാണിക്കയൊക്കെ ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകുന്നോ എങ്ങനെ അറിയാൻ പറ്റും? അവിടെ ഭക്തജനങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ അവിടെ ഉണ്ടോ? ആരും മറുപടി പറയും? അപ്പോൾ ഈ തരത്തിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെയും ബോർഡിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, അന്വേഷിക്കണമെന്നാണ്. അതിനൊന്നും ഇപ്പം ആദ്യം പ്രതികളായ ആളുകൾ ഇപ്പം പറയുന്നു UDF ഗവൺമെൻറ് അന്വേഷിക്കട്ടെ. ആർക്കാ എതിർപ്പ്? UDF ഗവൺമെൻറ് കാലത്ത് ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോഴെന്താ ഉണ്ടായിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ പോലും ഇവർ ലംഘിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ദേവസ്വം ബോർഡ്. ആ മാനുവൽ പറയുന്നത് പോലെ സ്വർണ്ണാഭരണങ്ങൾ പുതുക്കണമെങ്കിലോ അറ്റകുറ്റ പണികൾ ചെയ്യണമെങ്കിലോ അവിടെ വെച്ച് ചെയ്യണം, ശബരിമലയിൽ വെച്ച് ചെയ്യണം. സുബ്രഹ്മണ്യം പോറ്റി ആരാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടത്? അതൊക്കെയല്ലേ മറുപടി പറയേണ്ടത് കാര്യം. 42 കിലോ കൊണ്ടുപോയിട്ട് 38 കിലോ ഉള്ളൂ, ബാക്കി ഇവിടെ. ഇപ്പം ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നടൻ ജയറാം ഒരു ഭക്തനാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പോലുള്ള നല്ല ആളുകളെ കൊണ്ടുവന്ന് ആ പൂജകളിൽ പങ്കെടുപ്പിച്ച് കബളിപ്പിച്ച് പണം തട്ടാൻ ഇതുപോലെ പലരും കാണും. ഇപ്പോഴാണല്ലോ നമ്മൾ അറിഞ്ഞത് ജയറാമിൻ്റെ കാര്യം. ഇന്ന് ഇന്ത്യയിലൊട്ടാകെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാനൊരു ഗൂഢസംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ അറിയേണ്ട കാര്യം. ഇതെന്താണ് നടക്കുന്നത്? ഇത്രയും സംഭവം ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. മന്ത്രി ദേവസ്വം വിജിലൻസിനെ ഏൽപ്പിച്ചാൽ ഇതുവെല്ലാം തെളിയുമോ? അവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ. തിരുവാഭരണം കമ്മീഷണർ മിണ്ടിയിട്ടില്ല, ദേവസ്വം ബോർഡ് പറയുന്നില്ല. അപ്പോൾ ദേവസ്വം മാനുവൽ പോലും മനസ്സിലാക്കാതെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി ബെഞ്ചിനെ പോലും അറിയിക്കുകയോ അവിടുന്ന് അനുവാദം വാങ്ങുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കും? അപ്പോൾ ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കലാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതിനെതിരായ ശക്തമായ മുന്നേറ്റം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എല്ലാ വിശദമായ വിവരങ്ങളും കേരള ഗവൺമെൻറ് കൊടുത്തതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ കൊടുത്തിട്ടും കേരളത്തിൽ 260 കോടിയാണ് കൊടുത്തത്. അത് കേരളത്തോടുള്ള അവഗണനയാണ്. കൂടുതൽ ഫണ്ട് അനുവദിക്കണം. എനിക്ക് പറയാനുള്ള, കേരള മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് ആവശ്യപ്പെടണം. ഇത് ശരിയല്ല, കേരളത്തോട് ഈ ചിറ്റമ്മ നയം അവസാനിപ്പിക്കണം. കൂടുതൽ ഫണ്ട് കൊടുത്ത് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്.